ഹായ്, രുദ്ര ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ പുതിയാപ്പക്ക് പോവാട്ടോ. അപ്പോൾ പുതിയാപ്പ അമ്പലത്തിൽ എല്ലാവർക്കും അറിയാലേ മണ്ഡല മഹോത്സവം നടക്കുകയാണ്. അപ്പം ഞങ്ങളും അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ വേറൊരു അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത ലൈറ്റ് ഷോ ആട്ടോ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മുരുകനും പിന്നെ ശിവനും പിന്നെ അയ്യപ്പനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്താട്ടോ. ഇത് ശിവഭഗവാനാണേ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ വിഷ്ണു ഭഗവാനെയും കാണും കേട്ടോ, ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേ. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബൈക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുതിയാപ്പക്ക് നടക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈറ്റിങ്ങിന് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ സ്വാഗതം എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ഞ ലൈറ്റാട്ടോ കൊടുത്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അത്രയും മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പുതിയാപ്പത്തെ ഭാരവാഹികൾ തന്നെയാണ് കേട്ടോ റോഡൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു രീതിയിൽ തന്നെ അവർ മുന്നോട്ടേക്ക് അത് കൊണ്ടുപോകുന്നുമുണ്ട്. അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും വരാതെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നടക്കുന്ന ആൾക്കാരെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, അവരോട് നന്നായിട്ട് നടക്കാൻ പറയുന്നുണ്ട്. അപ്പം നല്ല രീതിയിലാട്ടോ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത്. ശരിക്കും നമ്മൾ ലൈറ്റിൻ്റെ അടിയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഏതോ സ്വപ്നലോകത്തെത്തിയ മാതിരി ഉള്ളൊരു ഫീലാട്ടോ വരുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അത്രയും മനോഹരമാണ്. ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അപ്പം അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക. വരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവുക. അപ്പം അത്രയും ഇതൊന്നും നമുക്കിനി അടുത്ത കൊല്ലം ഇത് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം എല്ലാവരും വരിക, മിസ് ചെയ്യാതെ വരിക. മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലായിട്ട് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതകരമായ നോട്ടങ്ങളാണ് കാണുന്നത്. അപ്പം ഞാനും അതെ, ഫസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ വർഷമൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം നല്ല രസമുണ്ട്. എല്ലാവരും വരിക കേട്ടോ. എല്ലാവരും വന്നൊന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ ഒരു മഞ്ഞ ലൈറ്റാട്ടോ കൊടുത്തത് അവർ. നല്ലൊരു നമുക്ക് ദീപം കത്തിച്ച് വെച്ച മാതിരി തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ ചുറ്റിനും ദീപം കത്തിച്ച് വെച്ച മാതിരി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും അടുത്തത് കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു കേട്ടോ എല്ലാവരും. അടുത്തത് എന്തായിരിക്കും എന്നുള്ള ഒരാകാംക്ഷയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ മണ്ഡല മഹോത്സവം ഡിസംബർ 18 തുടങ്ങിയത്. ഡിസംബർ 26 അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ആ ഒരു മഞ്ഞ ലൈറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. അടുത്തത് കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ലൈറ്റുകളാണുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരാൾ ചെണ്ട കൊട്ടുന്ന രൂപത്തിലുള്ള ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ചെണ്ടക്കൊട്ടും അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ അതാ മെയിൻ എൻട്രൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഷേപ്പിലാട്ടോ ഈ ലൈറ്റിങ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതങ്ങനെ ഓരോ കളറൊക്കെ ഇങ്ങനെ മാറുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഈ നടുവിൽ ബോട്ടിൻ്റെ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ആൾക്കാരെ ബോട്ടുകളാണ്, അതിൻ്റെ പേരുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പുതിയപ്പ എന്ന് പറഞ്ഞാൽ അവരെ നാടാണല്ലോ. അപ്പം ഇവിടെയുള്ള ആളുകൾ ബോട്ടിലൊക്കെ പോയിട്ട് മീനൊക്കെ പിടിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പം അവരൊരു ഉത്സവമാട്ടോ അത്, അവർ നടത്തുന്നൊരു ഉത്സവമാണ്. എല്ലാ ബോട്ടിൻ്റെ പേരുകളും ബോട്ടിൻ്റെ ഫോട്ടോസും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലൈറ്റിങ്ങിൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ എൻട്രൻസ് തന്നെ ഭയങ്കര നല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മണ്ഡല മഹോത്സവമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ തോന്നും, നമുക്ക് വെള്ള കളറാണെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ലൈറ്റാട്ടോ അത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഷോ എന്ന് പറയുന്നത് കുറേ ദൂരമുണ്ട്. അപ്പം ഞാൻ കുറച്ചേ എടുത്തുള്ളൂ നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലെങ്ത്തും കൂടും. അപ്പോൾ അതുകൊണ്ട് കുറച്ചേശയാണ് എല്ലാം എടുത്തത്. നല്ല രസമാട്ടോ ഇതിൽ നടന്നു പോകുമ്പം. അത് പ്രത്യേകം നിങ്ങളോട് പറയാം ഞാൻ.
അടുത്തൊരു എൻട്രൻസ് ആട്ടോ അത്. അപ്പോൾ ഇവിടെ പല കളറുകളുള്ള ലൈറ്റുകളാണ് കൊടുത്തത്. കുറച്ചൊരു കളറ്, പിന്നെ അടുത്തത് കുറച്ചൊരു കളറ്, പിന്നെ അടുത്തത് കുറച്ചൊരു കളറ്, അങ്ങനെയാട്ടോ അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മൾ മിന്നാമിനികളെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കും പോലെ ഉണ്ട്. അത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ലൈറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴും ഓരോരോ പ്രത്യേകതയാട്ടോ നമുക്ക് തോന്നുന്നത്. നീല കളർ എത്തുമ്പോൾ വേറൊരു ഒരു ഫീലാണ്, മഞ്ഞ എത്തുമ്പോൾ വേറൊരു ഫീലാണ്, പച്ച എത്തുമ്പോൾ വേറൊരു ഫീലാണ്, അങ്ങനെ അങ്ങനെ പല കളറിലും പോകുന്നതും പല ഫീലുകളാട്ടോ കിട്ടുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. തിരക്കുകളുണ്ട് കൂടിയിട്ടും അധികമൊന്നും ബ്ലോക്ക് ഇല്ലാതെ ആട്ടോ അവർ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ആൾക്കാർ. അപ്പം ബ്ലോക്കുകളൊന്നും അധികം വരാത്ത രീതിയിലാണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പം ആളുകൾക്ക് നടക്കാനും നല്ല സൗകര്യങ്ങൾ അവരൊരുക്കി തരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തോടെയും ഒരു ഭാഗത്തൂടെ പോകാനും ഒരു ഭാഗത്തൂടെ വരാനും ഒക്കെ. അപ്പം അത്രയും നല്ല ഒരു രീതിയിലാണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇത് അടുത്തൊരു ലൈറ്റിങ് കൊടുത്തത് നോക്കുക, അതിമനോഹരമായിട്ടുണ്ട് അല്ലേ. ഇത് ശരിക്കും നെറ്റിലാട്ടോ ചെയ്തത് അവർ. നെറ്റ് കൊണ്ടുള്ള നല്ല കട്ടിയുള്ള നെറ്റിൽ താഴെ കൂടെ ലൈറ്റിങ് കൊടുത്തതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ സാരി കൊണ്ട് ഇങ്ങനെ ചെയ്ത മാതിരി തന്നെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ്, ഇത് എവിടെയും കാണാത്തൊരു വെറൈറ്റി ആട്ടോ. അപ്പോൾ ഞാനിതുവരേക്കും എവിടെയും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മായാ ലോകമാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഈ കൊട്ടാരത്തിലെ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ ടി വിയിൽ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ നടക്കുന്ന മാതിരി ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല വയലറ്റ് കളറിലും പച്ച കളറിലും നീല കളറിലും ചുവപ്പ് കളറിലും എല്ലാ കളറിലും ഉണ്ട് കേട്ടോ. അത് വെറൈറ്റി കളറിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കാണാനും. പിന്നെ ഇതിൻ്റെ ഒരു അവസാനം എത്തി. അത് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസ് ആട്ടോ അത് കാണുന്നത്. അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലാണ് ആ ലൈറ്റ് മാറി മാറി ഇങ്ങനെ ഓരോ ലൈറ്റുകളായിട്ട് കളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ ലൈറ്റുകൾ പ്രകാശിക്കുന്നത് കണ്ടില്ലേ, അത് കുറേ ദൂരത്തേക്ക് വരെ കാണാം കേട്ടോ. നമുക്ക് ഒരുപാട് ദൂരെ വരെ കാണാതെ പ്രകാശിക്കുന്ന ചെറിയ ചെറിയ ലൈറ്റുകളില്ലേ ദൂരേക്ക് പോകുന്ന. അപ്പം അത് ഒരുപാട് ദൂരേന്നേ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, വണ്ടിയിൽ വരുമ്പോഴേ കാണുന്നുണ്ട്. അപ്പം അത്രയും ഒരു നല്ല ഭംഗിയിലാണ് അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കടക്കുക കേട്ടോ. അപ്പം കണ്ടില്ലേ ലൈറ്റുകൾ അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ. അവിടെയും എന്താണ് നമ്മളെ ബോട്ടിൻ്റെ പേരുകളൊക്കെ എഴുതി കാട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടോ. അതിവിശാലമായ ഗ്രൗണ്ടാണ്. നമ്മൾ ബീച്ചിൻ്റെ തൊട്ടടുത്താണ്, ബീച്ച് തന്നെയാണ്. പക്ഷേ അതവർ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റിയൊരു ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാർക്ക് നിന്ന് പരിപാടി കാണാനുള്ള ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ആൾക്കാർ വന്നാലും ഒരു തിക്കും തിരക്കും കൂടാതെ നമുക്ക് പരിപാടി കണ്ടു പോകാനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. വലിയ സ്റ്റേജാണ് കണ്ടില്ലേ, ഒരുപാട് വലിയ സ്റ്റേജാണ്. ഞങ്ങൾ ചെല്ലുമ്പം അവിടെ ഗാനമേളയൊക്കെ ആരംഭിക്കാനുള്ള തുടക്കത്തിലാണ് കേട്ടോ. ഇന്നിവിടെ ഗാനമേളയ്ക്ക് പാടാൻ വരുന്നത് നമ്മുടെ ഗായകൻ വേണുഗോപാൽ സാറിൻ്റെ മകനായിട്ടുള്ള അരവിന്ദ് വേണുഗോപാൽ ആണ് കേട്ടോ പാടാൻ വരുന്നത്. അപ്പം അത്യുഗ്രം ഗാനമേളയാണെന്നാണ് കേട്ടത്. ആളുകളും ഇങ്ങനെ ഓരോരുത്തരായി വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡൊക്കെ നിറഞ്ഞു കേട്ടോ, ആളുകളെ കൊണ്ട് നിറഞ്ഞ്. ഇനി ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ആളുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിലേക്ക് തന്നെയായിരുന്നു എൻ്റെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ലൈറ്റിങ്, അടിപൊളി, നമുക്ക് നോക്കി ഇങ്ങനെ നിൽക്കാൻ തോന്നും. വെറൈറ്റി രീതിയിലുള്ള ലൈറ്റിങ്ങുകളാണ് കൊടുത്തത്. അതിൻ്റെ അടിയിൽ ഓരോരോ ബോട്ടിൻ്റെ പേരുകളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാട്ടുന്നുണ്ട്.
അപ്പം നല്ല കളറിങ്ങും പ്രത്യേക രൂപത്തിലും രീതിയിലൊക്കെയാണ് കൊടുത്ത് മൊത്തത്തിൽ കളറ് മാറുന്നതായിട്ടും പകുതി മാറുന്നതായിട്ടും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും ബീച്ചിൻ്റെ സൈഡായതുകൊണ്ടും പിന്നെ ഈ മാസത്തെ തണുപ്പും ഒക്കെ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ഒരു ടൈമിൽ ഭയങ്കര തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ലൈറ്റിങ്ങാണ് ഇതൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വരിക, മിസ് ചെയ്യാതെ വരിക കേട്ടോ. 26-ാം തീയതി വരെ ഉള്ളൂ, അപ്പം മിസ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ചെറിയ രീതിയിലൊരു വിശപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഐസ്ക്രീം വാങ്ങി തരാൻ പറയുന്നുണ്ട്. അപ്പം ഐസ്ക്രീമിനുള്ള വിശപ്പാണോ എന്നുള്ളത് അറിയില്ല. അപ്പം ഇല്ല വാങ്ങി തരില്ല, തണുപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചെറുങ്ങനെ പിണങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ വീടുകളും അവിടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോ വീടുകളിലും അവർ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഒടുവിൽ അതാ അവരെ സമരം ജയിച്ചു. അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കേണ്ടി വന്നു. അവരെ അമ്മച്ചനെ കൊണ്ട് സോപ്പിട്ട് വാങ്ങിപ്പിച്ചാട്ടോ. അങ്ങനെ അച്ഛൻ ഞങ്ങൾക്കും കൂടെ മേടിച്ച് തന്ന്. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. എനിക്കും അമ്മയ്ക്കും അച്ഛനും ദ്രവനിക്കും ദോശയും, പിന്നെ ധ്രുവത്തിനും ദ്രാവത്തിനും പൊറോട്ടയും ചിക്കൻ കറിയും, പിന്നെ ഏട്ടന് കപ്പ ബിരിയാണിയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ദ്രവനികേൻ്റെ പാട്ട് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പാട്ടാണ്, കണ്ടല്ലേ. പിന്നെ അച്ഛനും മക്കളും കൂടെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് വരുന്നവരെ സമയം പോക്കണമല്ലോ, അതുകൊണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. ധ്രുവത്തും ദ്രാവത്തും പൊറാട്ടയ്ക്കുള്ള കട്ട വെയിറ്റിങ്ങിലാട്ടോ. അങ്ങനെ ദ്രവനികേൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവളെ വീഡിയോ എടുത്തപ്പം അവൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് തന്നെ മനസ്സിലായില്ല അവൾ എന്താ പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ഫുഡൊക്കെ വന്നു. ദോശയും പൊറോട്ടയാണ് ആദ്യം വന്നത്. ഏട്ടനുള്ളത് ആയിട്ടില്ല, അവർ ചൂടോടുകൂടെ ആക്കുകയാണെന്ന് പറഞ്ഞ്. അങ്ങനെ കാത്തിരുന്ന് ഒടുവിലതാ ഏട്ടനുള്ള ഫുഡും വന്നപ്പം ദ്രവനികേൻ്റെ ഒരു അടുത്തുള്ള ദോശ ഏട്ടനിട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ അച്ഛനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു ദോശ ഏട്ടന്, ആകെ 2 ദോശയെ അവൾ വാങ്ങിയിട്ടുള്ളൂ, ഒരു ദോശ ഏട്ടന് കൊടുത്തു. ഇതാട്ടോ കപ്പ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ഏട്ടനെ ബീഫ് കഴിക്കുള്ളൂ. അപ്പം ഞാൻ ഏട്ടൻ്റെ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കണ്ട കേട്ടോ. ഡിസംബർ 26 വരെ പുതിയാപ്പ ഉത്സവം ഉള്ളൂ കേട്ടോ.